നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നാട്ടിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട്, നേരത്തെ നമ്മൾ നാട്ടിലുള്ള സമയത്ത് ആംപ്ലിഫയർ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോയതുകൊണ്ട് ഇവിടെയുള്ള കാനഡയിലുള്ള വിൻറ്റേജ് ആംപ്ലിഫയറുകളും അതുപോലെ തന്നെ ക്ലാസ് ഡി പല ബ്രാൻഡിനെ കൊളാബ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഇട്ട് വരുന്നത്. അപ്പോൾ നാട്ടിലുള്ള അസംബ്ലിങ് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പ്രശാന്ത് ബ്രോ ആണ് നമുക്ക് വീഡിയോസ് അയച്ചു തരുന്നത് പുള്ളിയുടെ വർക്കിൻ്റെ. അപ്പോൾ നമ്മളൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പുള്ളിയുടെ വർക്കിൻ്റെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഇത് പുള്ളിയുടെ സ്വന്തം വർക്കാണ്. നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അസംബ്ലിങ് വീഡിയോസൊക്കെ കിടപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സബ് ആംപ്ലിഫയർ അല്ലെങ്കിൽ 5.1, 2.1 സ്റ്റീരിയോ അതുപോലെ തന്നെ സർവീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതൊരു 700 വാട്ട്സ് ഹെവി സബ് ആംപ്ലിഫയർ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 50 മെയിൻ ടാപ്പിങ്ങോട് കൂടി വരുന്ന ഒരു 18 ആംപിയർ ഹെവി ട്രാൻസ്ഫോമർ ഇതിൽ പ്യുർ കോപ്പറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ വെച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 12 ട്രാൻസിസ്റ്ററിൻ്റെ മഹാരാജ മോണോ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ ബോർഡൊന്നും അല്ല, പക്ഷേ മാർക്കറ്റിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. ഇതിൻ്റെ 8 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ് നമ്മുടെ പേഴ്സണൽ ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഹെവി വർക്കിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ക്യാബിൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, നമ്മുടെ പേഴ്സണൽ ആംപ്ലിഫയറിന് ഉപയോഗിച്ച് അതേ ക്യാബിൻ തന്നെയാണ്. 6 ഇഞ്ച് ഹൈറ്റ് വരുന്ന ജിടെക്കിൻ്റെ ക്യാബിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും അക്രിലിക് പാനൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് സബ് ആംപ്ലിഫയറിന് വേണ്ടുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ബേസിനും ഗെയിനും സെപ്പറേറ്റ് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ സബ് ഊഫറിനനുസരിച്ച് ഗെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ട്യൂൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ സബിൻ്റെ ഇൻപുട്ടും അതുപോലെ തന്നെ പ്രീ ഔട്ട്പുട്ടും കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നത്. അതായത് അതിനകത്തൊരു സബ്സോണിക് ഫിൽറ്ററൊക്കെ ഓൾറെഡി ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീ ഔട്ടും ഈ ആംപ്ലിഫയറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ് ഊഫർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബനാന സോക്കറ്റും ഒരു ഫ്യൂസും അതുപോലെ തന്നെ ഒരു പവർ സപ്ലൈയും AC കേബിളും കൊടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹെവി ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ട് 4 കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ മഹാരാജയുടെ ഒരു സബ്സോണിക് ഫിൽറ്ററും സബ് ഫിൽറ്ററും അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കൂളിംഗ് ഫാനും ആഡ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം വളരെ ബേസിക്കായിട്ട് പക്ഷേ നല്ല ഹെവി ആയിട്ടും പവർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി സബ് ആംപ്ലിഫയറാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി പുള്ളിയുടെ സ്വന്തം വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ളതിൻ്റെ വർക്കൊക്കെ കൊടുക്കാനായിട്ടും പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. പുള്ളിയുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പുള്ളി ചെയ്തു തരുന്നതായിരിക്കും. ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.